Hello all, good afternoon. Hi, this is Shirin again, back with yet another live session. Welcome everyone. Yeah, let's wait for the people to join. Okay. അപ്പോൾ ഇന്ന് നവംബർ 1 ആണല്ലേ? നമുക്കറിയാം ഇന്ന് കേരളപ്പിറവിയാണ്. നമുക്ക് ഇന്ന് റോഡിൽ രാവിലെ ട്രാവൽ ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് നല്ലോണം വൈബ് കിട്ടിയായിരുന്നു അല്ലേ? എല്ലാരും ലൈക്ക് പ്രിട്ടി ആയിട്ട്, ഗേൾസ് എല്ലാരും സെറ്റ് സാരി ഒക്കെ ഉടുത്ത് നല്ല പ്രിട്ടി ആയിട്ട് നമ്മൾ കണ്ടു. ദെൻ ബോയ്സ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് മുണ്ടൊക്കെ സെറ്റ് ചെയ്ത് പോകുന്നതൊക്കെ നമ്മളിന്ന് കണ്ടായിരുന്നു അല്ലേ? സോ എല്ലാവർക്കും കേരളപ്പിറവി ആശംസിക്കുന്നു. പിന്നെ എന്താ കേരളപ്പിറവി? ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ബർത്ത്ഡേ ആണല്ലേ? ഗുഡ് ആഫ്റ്റർനൂൺ സ്നേഹപ്രഭ. നമുക്ക് 1956 കേരള ദ സ്റ്റേറ്റ് വാസ് ഫോംഡ് അല്ലെ? ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമ്മൾ കേരളം ആസ് എ സ്റ്റേറ്റ് ഫോം ചെയ്ത് 1956 ഓൺ നവംബർ 1. അതാണ് നമ്മൾ കേരളപ്പിറവിയായിട്ട് കമമറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും അവരവരുടെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ നവംബർ 1 ആണ്. നമുക്ക് ഇന്ന് ഈ മാസം ഗ്രാമർ പഠിച്ചങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ, ഐ ക്യാൻ സീ പീപ്പിൾ ജോയിനിങ്. ഓക്കെ ഓക്കെ, സോ ലെറ്റ് ദം ജോയിൻ. അപ്പോൾ നമുക്ക് ഇതുവരെ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ സ്ലൈഡ് ആൻഡ് സീ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് സോ ഫാർ. അപ്പൊ നമ്മൾ ഗ്രാമർ, വെനസ്ഡേസിലുള്ള ഗ്രാമർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ദെൻ പാർട്സ് ഓഫ് സ്പീച്ച് എത്ര എണ്ണമാണ്? 8 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ടൈപ്സ് ഓഫ് സെന്റൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നമ്മൾ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ പങ്ക്ച്വേഷൻ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇപ്പൊ നമ്മൾ ഒരു ടെൻസസ് എന്നുള്ള ഒരു സീരീസിലോട്ടാണ് കടന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ, നമ്മുടെ കഴിഞ്ഞ ലൈവില് ടെൻസ് എന്തായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് എന്തായിരുന്നു ടെൻസ്? ടെൻസ് എന്ന് പറയുമ്പോൾ ഒരു വേർബിൽ വരുന്ന മാറ്റമാണ് അല്ലെ? വേർബ് നമ്മൾ പറഞ്ഞു, സബ്ജക്ട്, വേർബ്, ഒബ്ജക്റ്റ് ഒക്കെ എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് വേർബിൽ വരുന്ന മാറ്റമാണ് ടെൻസ്. എന്തിനാണ് വേർബിനെ മാറ്റുന്നത്? വേർബിനെ മാറ്റുന്നത് നമ്മൾ ഏത് ടൈമിലാണ് ആ ഒരു ആക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞതാണോ, ഇപ്പൊ നടക്കുന്നതാണോ, അതോ ഇനി നടക്കാനിരിക്കുന്നതാണോ എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേർബിൽ വരുത്തുന്ന മാറ്റമാണ് ടെൻസസ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലെ? ആൻഡ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്, ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ യൂസസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ, ആ സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെ ഫോം ചെയ്യും എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കാനും ആൻഡ് സ്വന്തമായ രീതിയിൽ സെന്റൻസസ് എഴുതി നോക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് യു ഫോളോഡ്. സം ഓഫ് ദം ഫോളോഡ് ബിക്കോസ് നമുക്ക് മെസ്സേജസ് ആയിട്ടും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി അയച്ചു തന്ന കുട്ടികളുണ്ട്. സോ ഐ എം റിയലി ഗ്ലാഡ് ദാറ്റ് യു ആർ പ്രാക്ടീസിങ് ഗ്രാമർ. അപ്പോ നമുക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇറ്റ്സ് എഫക്റ്റീവ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ഇറ്റ്സ് റിയലി ഗുഡ് അല്ലേ? അപ്പോ ഓക്കെ, സോ ഇനി നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കാം. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ടെൻസസ് 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഏതൊക്കെയാ? പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ഈ 3 തരത്തിലുള്ള ടെൻസസിനും എന്തുണ്ട്? 4 ഫോംസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? സിമ്പിൾ ഫോം ഉണ്ട്, ആൻഡ് വി ഹാവ് കണ്ടിന്യൂസ് ഫോം, ആൻഡ് പെർഫെക്റ്റ് ഉണ്ട്, ദെൻ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ 4 ഫോംസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ലൈവില് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഫോം ഓഫ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ സിമ്പിൾ ഫോം എന്താണ് എന്നാണ് നോക്കുന്നത്.
ഓക്കെ, സോ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണ് എന്നാണ് ഇന്ന് നോക്കുന്നത്. യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ്. എന്താണ് സ്ലൈഡിൽ കാണാം? യൂസ് ടു ഡിസ്ക്രൈബ് ആക്ഷൻസ് ഓർ ഇവന്റ്സ് ദാറ്റ് occurred in the past or are no longer happening. കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, കഴിഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ആക്ഷൻ അത് നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ കഴിഞ്ഞു പോയ, ഇപ്പൊ നടക്കുന്നില്ലാത്ത, ഇപ്പൊ നിലവിൽ അത് നടക്കാത്ത ഒരു കാര്യമാണ്, ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ പ്രസന്റ് ടെൻസ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞു? പ്രസന്റ് ടെൻസ് എന്തായിരുന്നു? ഐ ഹോപ്പ് യു റിമെമ്പർ. നമുക്ക് ജനറൽ ഫാക്ട്സ്, യൂണിവേഴ്സൽ ട്രൂത്ത്, ഇതൊക്കെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹാബിറ്റ്സ്, സയന്റിഫിക് ഫാക്ട്സ്, ഇതെല്ലാം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്തിനാ യൂസ് ചെയ്യാ എന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കിയത്. എന്താണ്? കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യാൻ, പാസ്റ്റിൽ നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നോക്കി. ഇനി പാസ്റ്റ് ടെൻസ്, വേർബിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് നോക്കാം. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഫോമിങ് ദ പാസ്റ്റ് ടെൻസ് അല്ലെ, എന്താ ഒരു വേർബിന്റെ പാസ്റ്റ്. ഇപ്പൊ നമ്മൾ പറയും, പ്രത്യേകിച്ച് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് കുട്ടികൾ പറയാറുണ്ട്, ഓൾറെഡി ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് നമ്മളെടുത്ത് വന്ന കുട്ടികൾ പറയാറുണ്ട്, അപ്പൊ റൈറ്റിംഗ് കറക്ഷൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് എന്താ ടെൻസ് കറക്റ്റ് അല്ല, അങ്ങനെ റെഡിൽ മാർക്ക് ചെയ്ത് വെക്കും, ടെൻസ് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ ഇവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്, അപ്പം ഇതാണോ ഇതിന്റെ വേർബിന്റെ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് ആരും അങ്ങനെ പറഞ്ഞു തരില്ല അല്ലെ, എങ്ങനെയാണ് ഒരു വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യേണ്ടത് എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു തരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ലൈവിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, ഫോമിങ് ദ പാസ്റ്റ് ടെൻസ്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വേർബുകളുടെ പാസ്റ്റ് ടെൻസ് എല്ലാം ഒരേപോലെ അല്ല ഫോം ചെയ്യുന്നത്. റെഗുലർ വേർബ്, ഇറഗുലർ വേർബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേർബ്സ് ഉണ്ട്, അതിന്റെ പാസ്റ്റ് ടെൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതെന്താണ് എന്നുകൂടിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് റെഗുലർ വേർബാണ്. റെഗുലർ വേർബ് എന്ന് പറഞ്ഞാൽ നോർമൽ വേർബാണ്. അങ്ങനെയുള്ള വേർബ്സിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഫോം ചെയ്യും എന്നാണ്. ഇപ്പൊ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ ബേസ് ടെൻസ് V1 എന്ന് നമ്മൾ പറയും, ബേസ് ഫോമിനെ V1 എന്ന് പറയും. പാസ്റ്റ് ടെൻസ് നമ്മൾ എന്ത് പറയും? V2 എന്ന് പറയും. ഓക്കെ, അപ്പൊ V1 എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നിന്ന് എങ്ങനെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കാം എന്നാണ് നോക്കുന്നത്. സോ ആഡ് ED ടു ദ എൻഡ്. ഓക്കെ, ED ആഡ് ചെയ്ത് കൊടുക്കുക. എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. റീച്ച് എന്നുള്ള ഒരു വേർഡിന്റെ, റീച്ച് വരിക, എത്തുക, എത്തിച്ചേരുക എന്നുള്ള റീച്ച് എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു വേർബിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഫോം ചെയ്യാം? യു ക്യാൻ ആഡ് ED, റീച്ച്ഡ്. ഓക്കെ, റെഗുലർ വേർബാണ്. റീച്ച്, റീച്ച്ഡ്. കിക്ക്, കിക്ക്ഡ്. വാക്ക്, വാക്ക്ഡ്. വർക്ക്, വർക്ക്ഡ്. അങ്ങനെ ED ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേർബിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാം. And also add D to the end of a regular verb with an E. At the end എന്നാണ് പറയുന്നത്. അതായത് E വെച്ച് അവസാനിക്കുന്ന, E എന്ന ലെറ്റർ വെച്ച് അവസാനിക്കുന്ന ആ ഒരു വേർബിന്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ ഫോം ചെയ്യാം? ജസ്റ്റ് D ആഡ് ചെയ്താൽ മതി, പിന്നെയും E ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. ലൈക്ക്, E വെച്ച് അവസാനിക്കുന്ന ഒരു വേർബാണ് അല്ലെ, ലൈക്ക്, ഇഷ്ടപ്പെടുക എന്നുള്ളത്. ലൈക്ക് എന്നുള്ളത് E വെച്ച് അവസാനിക്കുന്ന ഒരു വേർബാണ്. അപ്പൊ ലൈക്ക്, ലൈക്ക്ഡ്, D കൂടി ആഡ് ചെയ്തു. അപ്പൊ LIKE ED എന്ന് പറഞ്ഞിട്ട് രണ്ട് E അവിടെ ആവശ്യമില്ല, ജസ്റ്റ് D മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അവിടെ അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം ആയി. ഓക്കെ, ലൈക്ക്, ലൈക്ക്ഡ്. ഇൻട്രൊഡ്യൂസ്, ഇൻട്രൊഡ്യൂസ്ഡ്. ഫോഴ്സ്, ഫോഴ്സ്ഡ്. അനൗൺസ്, അനൗൺസ്ഡ്. നോട്ടീസ്, നോട്ടീസ്ഡ്. ഓക്കെ, അപ്പൊ ഈ വെച്ച് അവസാനിക്കുന്ന വേർഡ്സിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ എങ്ങനെ ഫോം ചെയ്യും? D ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യും. അപ്പൊ ഇങ്ങനെ ED അല്ലെങ്കിൽ D ആഡ് ചെയ്തിട്ട് നമ്മൾ ഫോം ചെയ്യുന്ന പാസ്റ്റ് ടെൻസ് ഉള്ള വേർബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഗുലർ വേർബ് എന്ന് പറയുന്നത്. റെഗുലർ വേർബിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ ഫോം ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ED അല്ലെങ്കിൽ D ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുന്നത്. പക്ഷെ എല്ലാ വേർബും അങ്ങനെയല്ല. ഓക്കെ, now let's move on to the next slide and see an exception. Verbs that remain the same. There are some verbs in English language that remain the same
in past tense also. Okay, അപ്പൊ എന്താ കട്ട്, കട്ടഡ് എന്ന് പറയോ? ഇല്ല, കട്ടഡ് എന്ന് പറയില്ല. കട്ടിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് കട്ട് തന്നെയാണ്. പുട്ട്, പുട്ടിന്റെ പാസ്റ്റ് ടെൻസ് പുട്ട്. ഹേർട്ട്, ഹേർട്ട് തന്നെയാണ് പറയാ. സെറ്റ്, സെറ്റഡ് എന്ന് പറയില്ല. ഓക്കെ, ഹിറ്റ്, ഹിറ്റഡ് എന്ന് പറയില്ല. അതാണ് പറയുന്നത്. നമുക്ക് ചില വേർബ്സ് ഇൻ ഇംഗ്ലീഷ്, അതെന്താണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇസ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ചില വേർഡ്സിന്റെ പാസ്റ്റ് ടെൻസ് അത് തന്നെയായിട്ട് റിമെയിൻ ചെയ്യും, അങ്ങനെ തന്നെ നിൽക്കും. ഇ ഡി അല്ലെങ്കിൽ ഡി നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോ അങ്ങനെയുള്ള വേർബ്സ് ഉണ്ട്. കട്ട്, പുട്ട്, ഹേർട്ട്, സെറ്റ്, ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള വേർഡ്സ്. ഓക്കെ, ദെൻ ഇറഗുലർ വേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇ ഡി അല്ലെങ്കിൽ ഡി എന്ന് ആഡ് ചെയ്ത് ഫോം ചെയ്യാത്ത വേർബുകളാണ് എന്ത്? ഇറഗുലർ വേർബ് എന്ന് പറയുന്നത്. അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ സ്പെല്ലിംഗ് വ്യത്യാസമായിരിക്കും എന്നുള്ളൂ. ഇപ്പൊ ബൈ, ബൈയുടെ പാസ്റ്റ് ടെൻസ് എന്താ? ബോട്ട് ആണ്. ബ്രിങ്, ബ്രോട്ട്. ഓക്കെ, ടീച്ച്, ടോട്ട്. ഓക്കെ, അപ്പൊ ടീച്ച്ഡ് എന്ന് പറയോ? ഇല്ല. ബൈഡ് എന്ന് പറയില്ല. ഓക്കെ, തിങ്ക്, തോട്ട്, തിങ്ക്ഡ് എന്ന് പറയില്ല. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് അങ്ങനെ പറയില്ല. ഐ തോട്ട്, തോട്ട് എന്നാണ് പാസ്റ്റ് ടെൻസ് വരുന്നത്. ഡ്രോ, ഡ്രോഡ് എന്ന് പറയോ? ഇല്ല. ഡ്രൂ. ദെൻ ഡ്രിങ്ക്, ഡ്രിങ്ക് എന്ന് പറയില്ല. ഡ്രിങ്ക്ഡ്, തിങ്ക്ഡ്, ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോ ഓ ഡ്രിങ്ക്ഡ്, ഐ ഡ്രിങ്ക് വാട്ടർ. ഓക്കെ, അത് നമുക്ക് നോർമൽ ആയി തോന്നും അല്ലേ? അത് തന്നെയാണല്ലോ കറക്റ്റ് എന്ന് നമുക്ക് തോന്നും. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ പണ്ടൊക്കെ സ്കൂളിലല്ലേ, ഇപ്പൊ നമുക്ക് ഡിഫറൻസ് അറിയില്ലെങ്കിൽ ഇത് പറഞ്ഞു നോക്കുമ്പോൾ ആ കൊള്ളാം എന്ന് തോന്നിയാൽ നമ്മൾ ഫില്ല് ചെയ്യും അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു എക്സാം ആണ് IELTS. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കൃത്യമായിട്ട് ഈ ഗ്രാമർ എന്നുള്ളത് സെപ്പറേറ്റ് മൊഡ്യൂൾ ആയിട്ട് തന്നെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡ്രിങ്ക്, ഡ്രാങ്ക്. ഓക്കെ, സീ, സോ, സീഡ് എന്ന് പറയില്ല. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് വേർബുകളുടെ ഇറഗുലർ വേർബ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ദെൻ പിന്നെ റിമെയിൻസ് ദ സെയിം ആയിട്ടുള്ള വേർബുകൾ ഏതൊക്കെയാണ് എന്നൊരു ലിസ്റ്റ് നിങ്ങൾ നോക്കി വെക്കുക. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർബുകൾ നോക്കി വെച്ചിട്ട് അതിന്റെ പാസ്റ്റ് ടെൻസ് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ളത് എന്താ? ഇ ഡി അല്ലെങ്കിൽ ഡി ചേർത്ത് ഫോം ചെയ്യുന്ന വേർബ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾക്ക് 3 ഓപ്ഷൻ ആണുള്ളത്. ഒന്ന് എന്താ? റെഗുലർ വേർബ് ആണെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ഡി. ഓക്കെ, എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ദെൻ ചിലത് എന്താണ്? സെയിം ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. സ്പെല്ലിംഗ് വ്യത്യാസം ഒന്നും ഇല്ലാതെ തന്നെ സെയിം ആയിട്ട് റിമൈൻ ചെയ്യുന്ന വേർബുകൾ ഉണ്ട്. ആൻഡ് ഓൾസോ ഇറഗുലർ വേർബ് അതും നമുക്കുണ്ട്. എങ്ങനെയാണ്? അത് ഇ ഡി അല്ലെങ്കിൽ ഡി ചേർത്ത് ഫോം ചെയ്യാത്തതാണ്. അതിന്റെ സ്പെല്ലിംഗ് ഓൾ ടുഗദർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനത്തെ വേർബ്സും നമുക്കുണ്ട്. അപ്പൊ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യേണ്ടതാണ് ഇത്രയും നമ്മൾ പറഞ്ഞത്. ഇന്ന് തന്നെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ബുക്ക് എടുത്ത് വെച്ച് ഗൂഗിളിൽ പോയിട്ട് ഇറഗുലർ വേർബ്സ് ഏതൊക്കെയാണ്, എന്താണ് അതിന് ഇറഗുലർ വേർബ് എന്ന് പറയാനുള്ള കാരണം? ബിക്കോസ് ഇത് തന്നെയാണ് അതിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഇ ഡി അല്ലെങ്കിൽ ഡി ചേർത്ത് നമുക്ക് ഫോം ചെയ്യാൻ പറ്റാത്ത പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഇറഗുലർ വേർബ്സിന്റെ മോസ്റ്റ് കോമൺലി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറുള്ള ഒരു ഇറഗുലർ വേർബിന്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ആൻഡ് ഓൾസോ ചേഞ്ച് ഒന്നും സംഭവിക്കാത്ത വേർബ്സ് ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്നത് ആയിരിക്കണം കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് റിജിഡ് ആയിട്ട് കുറച്ച് റൂൾസ് ഉണ്ട് ഗ്രാമറിൽ. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്തേ പറ്റും. സോ ഞാൻ സജസ്റ്റ് ചെയ്ത പോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കി. ലെറ്റ്സ് മൂവ് ഓൺ ടു ദിസ് നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സി. സ്ട്രക്ചർ ആണ് നമ്മളിപ്പോ പ്രസന്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ നോക്കി അല്ലെ? അതേപോലെ പാസ്റ്റ് ടെൻസിന്റെ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്താ? പോസിറ്റീവ് സെന്റൻസ്. ഞാൻ പറഞ്ഞു പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കഴിഞ്ഞ ലൈവിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അതെന്തായിരുന്നു? നോട്ട്, നോട്ട് ആഡ് ചെയ്യുന്ന സെന്റൻസുകളാണ് ഇംഗ്ലീഷിൽ നെഗറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനൊന്ന് കോമെന്റിലോട്ട് നോക്കി. സോ ദർ വാസ് റെയ്സ സെയിങ് ഗുഡ് ആഫ്റ്റർനൂൺ. അതുകൊണ്ട് ഒന്ന് നോക്കി പോയതാണ്. ഗുഡ് ആഫ്റ്റർനൂൺ റെയ്സ. വെരി യൂസ്ഫുൾ സെഷൻ മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, നൗ ലെറ്റ്സ് കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. ഓക്കെ, സോ പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുമ്പോൾ
നോർമൽ സെന്റൻസ് ആണ്. നോട്ട് ആഡ് ചെയ്യാത്ത സെന്റൻസ് ആണ് എന്ത്? പോസിറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സബ്ജക്ട് പ്ലസ് ബേസ് വേർബ് പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യുമ്പോൾ എങ്ങനെയാ? സബ്ജക്ട് നമ്മൾ പറഞ്ഞു സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ്, ഇതാണ് എന്ത് സെന്റൻസ് സ്ട്രക്ചർ നമുക്കറിയാം. അപ്പൊ ആ സബ്ജക്ട് പ്രവൃത്തി ചെയ്യുന്നതാണ് സബ്ജക്ട്. സബ്ജക്ട് പ്ലസ് ബേസ് വേർബ് എങ്ങനെയായിരിക്കണം? അതിന്റെ പാസ്റ്റ് ഫോം ആയിരിക്കണം. V2 ആണ്. സബ്ജക്ട് പ്ലസ് V2 പാസ്റ്റ് ഫോം ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഷീ വാക്ക്ഡ് ടു ദ പാർക്ക്. ഓക്കെ, ഷീ എന്ന് പറയുന്ന സബ്ജക്ട് V2 ഫോം ഓഫ് വേർബ് ആണ്. വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാക്ക്ഡ്. ഓക്കെ, അപ്പൊ വാക്ക്ഡ് ED ചേർത്ത് നമ്മൾ വാക്ക്ഡ് എന്ന് ഫോം ചെയ്തു. ടു ദ പാർക്ക്. ഓക്കെ, ആൻഡ് ദേ എയ്റ്റ് ലഞ്ച് ടുഗെദർ. ഈറ്റിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? എയ്റ്റ് ആണ്. അത് ഒരു ഇറഗുലർ വേർബ് ആണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെ ഫോം ചെയ്ത്? ഈറ്റഡ് എന്ന് പറയോ? ഈറ്റഡ് എന്ന് പറയില്ല. സോ ദേ എയ്റ്റ് ലഞ്ച് ടുഗെദർ. ദേ എന്ന് പറയുന്ന സബ്ജക്ട്, എയ്റ്റ് എന്ന് പറയുന്ന V2 ഫോം ഓഫ് ദ വേർബ് ഈറ്റ്. ഓക്കെ, ഈറ്റിന്റെ V2 ഫോം, അതായത് പാസ്റ്റ് ഫോം ആണ് നമ്മൾ യൂസ് ചെയ്തത്, എയ്റ്റ്. ഓക്കെ, അതാണ് പോസിറ്റീവ് സെന്റൻസ്. നൗ നെഗറ്റീവ് സെന്റൻസ് എന്താ? അവിടെ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. ബിക്കോസ് സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താ? പാസ്റ്റ് ഫോം അല്ല, ബേസ് ഫോം ഓഫ് ദ വേർബ് V1 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഡിഡ് നോട്ട്, ഡിഡ് വരുമ്പോ അല്ലെങ്കിൽ ഡിഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും വേർബിന്റെ V1 ഫോം ആണ് യൂസ് ചെയ്യുക, പാസ്റ്റ് ഫോം അല്ല യൂസ് ചെയ്യുക. പ്ലീസ് നോട്ട് ദാറ്റ് ഡൗൺ. പ്ലീസ് ബി കെയർഫുൾ വൈൽ യൂസിങ് ഡിഡ്. ഡിഡ് എന്നുള്ളതിന്റെ കൂടെ ഇപ്പൊ ഐ ഡിഡ് നോട്ട് നോ എന്നാണ് നമ്മൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഐ ഡിഡിൻ നോ, അല്ലാതെ ഐ ഡിഡിൻ ന്യൂ എന്ന് ഒരിക്കലും പറയരുത്. നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരാറുണ്ട്. ഡിഡിന്റെ കൂടെ, ഡിഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ പാസ്റ്റ് ടെൻസിൽ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കോമൺലി നമുക്ക് തോന്നാം അല്ലെ, ഒബ്വിയസ്ലി നമുക്ക് തോന്നാം ഡിഡിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് അല്ലേ അപ്പൊ യൂസ് ചെയ്യേണ്ടത്, അപ്പൊ ഡിഡിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഡിഡ് എന്ന് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബേസ് ഫോം ഓഫ് ദ വേർബ് V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലീസ് നോട്ട് ദാറ്റ് ഡൗൺ. എന്നിട്ടൊരു ബോക്സിൽ ഇട്ട് വെക്കുക. ഡിഡിന്റെ കൂടെ എപ്പോഴും V1 ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹി ഡിഡ് നോട്ട് ഫിനിഷ് ഹിസ് ഹോംവർക്ക്. ക്ലിയർ ആയോ? ഹി എന്ന് പറയുന്ന സബ്ജക്ട്, ഡിഡ് നോട്ട് എന്ന് നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് ഫിനിഷ്ഡ് ആണോ നമ്മൾ പറയാ? അല്ല, V1 ഫോം ആണ് പറയാ. ഫിനിഷ് ഹിസ് ഹോംവർക്ക്. ഹി ഡിഡ് നോട്ട് ഫിനിഷ് ഹിസ് ഹോംവർക്ക്, അല്ലാതെ ഹി ഡിഡ് നോട്ട് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് എന്ന് അല്ല പറയാം. ഓക്കെ, സോ ഡിഡിന്റെ കൂടെ V1 ഫോം ആണ്, അല്ലെങ്കിൽ വേർബിന്റെ ബേസ് ഫോം ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ദേ ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. ഓക്കെ, ദേ ഡിഡ് നോട്ട് വെന്റ് ടു ദ പാർട്ടി. ഗോന്റെ പാസ്റ്റ് ടെൻസ് എന്താ? വെന്റ് ആണ്. സോ ദേ ഡിഡ് നോട്ട് വെന്റ് ടു ദ പാർട്ടി എന്ന് പറയോ? ഇല്ല, ദേ ഡിഡ് നോട്ട് ഗോ ടു ദ പാർട്ടി. അപ്പോ നമ്മൾ V1 ഫോം ആണ് യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? V1 ഫോം ഓഫ് ദ വേർബ് ആണ് ഡിഡിന്റെ കൂടെ യൂസ് ചെയ്യാം. അപ്പം അത് നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ ഫോം നമ്മളിപ്പോ നോക്കും, അപ്പോഴും നമുക്ക് അറിയാം ഡിഡിന്റെ കൂടെ എപ്പോഴും V1 ഫോം ആണ് യൂസ് ചെയ്യാം. ഓക്കെ, സോ പോസിറ്റീവ് സെന്റൻസ് ആവുമ്പോ സബ്ജക്ട് പ്ലസ് V2. ഓക്കെ, സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഇനി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട്. നോട്ട് വന്നാലാണ് അത് നെഗറ്റീവ് സെന്റൻസ് ആവുക അല്ലെ? Did not base form of the verb V1. Okay, I hope it is clear to you. Now let's move on to the next slide and see more examples. Just രണ്ട് എക്സാമ്പിൾ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് സെന്റൻസ് ആണ്. They traveled to Europe last summer. Traveled. They subject, traveled എന്നുള്ളത് V2 form of the verb. She baked a delicious cake for the party. അപ്പോൾ ഷീ എന്ന് പറയുന്ന സബ്ജക്ട്, ബേക്ക്ഡ് എന്ന് പറയുന്ന V2 ഫോം ഓഫ് ദ വേർബ്. നൗ ഇനി നെഗറ്റീവ് സെന്റൻസ് ആണ്. വി ഡിഡ് നോട്ട് വാച്ച് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ഞങ്ങള് കഴിഞ്ഞ രാത്രി മൂവി കണ്ടില്ല എന്നാ പറയുന്നത്. സോ അല്ലെങ്കിൽ വി ഓർ ദേ ഡിഡ് നോട്ട് വാച്ച് മൂവി ലാസ്റ്റ് നൈറ്റ്, അല്ലാതെ വാച്ച്ഡ് എന്ന് പറയില്ല. ഓക്കെ, I didn't visit my grandparents last weekend. ലാസ്റ്റ് വീക്കെൻഡ് ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വിസിറ്റ് ചെയ്തില്ല എന്നാണ് പറയുന്നത്. I did not visited എന്ന് പറയില്ല. I did not visit. Okay, V1 form of the verb.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ പോസിറ്റീവ് സെന്റൻസ് ആവുമ്പോൾ സബ്ജക്ട് പ്ലസ് V2, നെഗറ്റീവ് സെന്റൻസ് ആവുമ്പോൾ സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Yeah, I know that lot of people out there are shy to comment. നമ്മൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് സ്റ്റുഡൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വിളിക്കാറുണ്ട്. നമ്മൾ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അവർ പറയും കണ്ടിരുന്നു, ഇങ്ങനെ മാം അന്ന് പറഞ്ഞത് യൂസ്ഫുൾ ആയിരുന്നു എന്നൊക്കെ. പക്ഷെ കോമെന്റിൽ നമ്മളൊന്നും കാണില്ല. ബിക്കോസ് എന്താ, അവര് ഷൈ, ദേ ആർ ടു ഷൈ. നിങ്ങൾ സ്പീക്കപ്പ് ചെയ്യണം കേട്ടോ കുറച്ചുകൂടെ. ഓക്കെ, നൗ let's move on to the next slide and see interrogative sentences. Interrogative എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുമില്ല, ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് സെന്റൻസ് ആണ്. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബേസ് വേർബ്. ഈ ബേസ് വേർബ് ഏതാ, V1. ഓക്കെ, ഡിഡിന്റെ കൂടെ V1, ഡിഡിന്റെ കൂടെ V1. ഇതിങ്ങനെ ഓർത്ത് വെക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ആണ് ഇനി നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ആവുമ്പോൾ നമ്മൾ ആദ്യം ഏത് യൂസ് ചെയ്യും, ഡിഡ് യൂസ് ചെയ്യും. ഡിഡ് യു വാച്ച് ദ മൂവി? Did plus subject plus V1. Okay, please note down. Did plus subject plus V1. Okay, did you watch the movie? Did she visit her grandmother? അവള് അവളുടെ ഗ്രാൻഡ്മദറിനെ വിസിറ്റ് ചെയ്തായിരുന്നോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഡിഡ് നമ്മൾ കൊടുത്തു, ദെൻ സബ്ജക്ട് നമ്മൾ കൊടുത്തു. എന്താണ്, ഡിഡ്, സബ്ജക്ട് ഏതാ, ഷീ. ഇനി V1 ഫോം ഓഫ് ദ വേർബ് ഏതാ, വിസിറ്റ്. Okay, so did she visit? Did plus subject plus V1. Okay, now negative ആണെങ്കിൽ എന്താ, not add ചെയ്യും അല്ലേ. Did subject plus not plus base verb. ഒന്നുമില്ല, did not ആണ്. Did not plus subject plus V1 form of the verb. Okay, ഇപ്പൊ നമുക്ക് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് നോട്ട് ആ ഒരു രീതിയിലും എഴുതാം, അല്ലെങ്കിൽ ഡിഡ് നോട്ട് ആദ്യം എഴുതിയിട്ട് സബ്ജക്ട് പ്ലസ് ബേസ് വേർബും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഡിൻ ദേ ലൈക്ക് ദ ഫുഡ്? അവർക്ക് ഫുഡ് ഇഷ്ടമായില്ലേ? സോ ഡിഡിൻ ദേ എന്ന് പറയുന്ന സബ്ജക്ട്, ഡിഡ് നോട്ട് എന്ന് പറയുന്ന ആദ്യം നമ്മൾ ആഡ് ചെയ്തു, ദെൻ സബ്ജക്ട് ആഡ് ചെയ്തു, ദെൻ ലൈക്ക്ഡ് അല്ല നമ്മൾ യൂസ് ചെയ്തത്, ലൈക്ക് ആണ് യൂസ് ചെയ്തത്, V1 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഡിഡിൻ ഹി കോൾ യു? ഇനി നമുക്കിത് എങ്ങനെ പറയാം, ഡിഡ് ഹി നോട്ട് കോൾ യു എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓൾസോ റൈറ്റ്. ഡിഡ് നോട്ട് അവിടെ വരണമെന്നേ ഉള്ളൂ, നെഗറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? യാ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ എ ഫ്യൂ മോർ എക്സാമ്പിൾസ്. ഡിഡ് യു വിസിറ്റ് ദ മ്യൂസിയം ലാസ്റ്റ് വീക്ക്? ഓക്കെ, ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഡിഡ് യു വിസിറ്റ് the museum last week? Did they enjoy the concert last night? Okay, അവർ കോൺസെർട്ട് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, സിംഗേഴ്സിന്റെ ഒക്കെ ഷോ ഉണ്ടായിരിക്കും, അതിനാണ് നമ്മൾ കോൺസെർട്ട് എന്ന് പറയുന്നത്. സോ ഡിഡ് ദേ എൻജോയ് ദ കോൺസെർട്ട് ലാസ്റ്റ് നൈറ്റ്? കോൺസെർട്ട് എൻജോയ് ചെയ്തായിരുന്നോ അവര് എന്നാണ് ക്വസ്റ്റ്യൻ. ദെൻ ഡിഡിൻ ഷീ ലൈക്ക് ദ റെസ്റ്റോറന്റ് വി സജസ്റ്റഡ്? ഓക്കെ, അപ്പോ ഡിഡ് നോട്ട് എന്ന് പറയുമ്പോൾ എന്തായി, നെഗറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയി. ഡിഡ് നോട്ട്, ഡിഡിൻ ഷീ ലൈക്ക് ദ റെസ്റ്റോറന്റ്? ലൈക്ക്ഡ് എന്ന് പറയില്ല. ദെൻ ഡിഡിൻ വി ഗോ ഓൺ എ റോഡ് ട്രിപ്പ് ടുഗെദർ ലാസ്റ്റ് സമ്മർ? നമ്മൾ ഒരുമിച്ച് പോയില്ലേ ലാസ്റ്റ് സമ്മർ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെങ്ങനെയാ, ഡിഡ് നോട്ട്. ഓക്കെ, ഡിഡ് നോട്ട് വി ഗോ ഓൺ എ റോഡ് ട്രിപ്പ് ടുഗെദർ ലാസ്റ്റ് സമ്മർ? ഓക്കെ, അപ്പോ പോസിറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മള് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ഇനി നെഗറ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഡിഡ് നോട്ട് പ്ലസ് സബ്ജക്ട് പ്ലസ് V1, അല്ലെങ്കിൽ ഡിഡ് എന്ന് എഴുതി സബ്ജക്ട് എഴുതി നോട്ട് പ്ലസ് V1 എഴുതിയാലും ഇറ്റ്സ് റൈറ്റ്. ഓക്കെ, ഓക്കെ, അപ്പോ നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ നോക്കി അല്ലെ. അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടൊക്കെ എന്തിനൊക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ കോമൺ യൂസസ് ഓഫ് ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ എന്തിനാണ് നമ്മൾ യൂഷ്വലി അത് യൂസ് ചെയ്യാറ്? ഫസ്റ്റ് യൂസ് ഏതാ? ടു ടോക്ക് അബൌട്ട് കംപ്ലീറ്റഡ് ആക്ഷൻസ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എന്താ? ഷി വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് സമ്മർ. കഴിഞ്ഞ സമ്മറിൽ അവള് എന്ത് വിസിറ്റ് ചെയ്തിരുന്നു? പാരീസ് വിസിറ്റ് ചെയ്തിരുന്നു.
ഓക്കെ, ഇത് പോസിറ്റീവ് കൈൻഡ് ഓഫ് സെന്റൻസ് ആണ് അല്ലെ. ദെൻ വി ഫിനിഷ്ഡ് ദ പ്രൊജക്ട് ഓൺ ടൈം. പ്രൊജക്ട് കഴിഞ്ഞു, പ്രൊജക്ട് ഓൾറെഡി കഴിഞ്ഞു, പ്രൊജക്ടിന്റെ വർക്ക് ഓൾറെഡി കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കംപ്ലീറ്റഡ് ആക്ഷൻ, കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഓൾറെഡി കംപ്ലീറ്റ് ആയ ഒരു പ്രവൃത്തിനെ ഡിനോട്ട് ചെയ്യാനാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തത്. ദെൻ വി വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ ഈവനിങ്. ഇന്നലെ എന്ന് പറയുമ്പോൾ തന്നെ ഓൾറെഡി കഴിഞ്ഞു പോയതാണ് അല്ലെ. അപ്പോ വി വെന്റ് ടു ദ പാർക്ക്, ഇന്നലെ ഞങ്ങള് എങ്ങോട്ട് പോയി, പാർക്കിലോട്ട് പോയി. ഓക്കെ, ദെൻ ഐ ഫൊഗോട്ട് അബൌട്ട് ദ മീറ്റിംഗ്. അപ്പൊ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ മറന്നുപോയി, കഴിഞ്ഞതാ, മറന്നു, അല്ലെങ്കിൽ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഇപ്പൊ മറക്കും. ഇറ്റ്സ് ഫ്യൂച്ചർ ടെൻസ്. അല്ലെങ്കിൽ ഞാൻ മീറ്റിങ്ങിനെ കുറിച്ച് ഇപ്പൊ മറന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പൊ മറന്നേനെ എന്നൊക്കെ പറയുമ്പോ എന്താ, ടെൻസ് മാറി അല്ലെ. ഓൾറെഡി മറന്നു എന്ന് പറയുമ്പോ എന്താ, ഇറ്റ്സ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഐ ഫൊഗോട്ട് അബൌട്ട് ദ മീറ്റിംഗ്, മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ മറന്നുപോയി. ഇറ്റ്സ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാ, കംപ്ലീറ്റഡ് ആക്ഷൻസ്. ഓക്കെ, പ്ലീസ് റൈറ്റ് ദാറ്റ് ഡൗൺ. കംപ്ലീറ്റഡ് ആക്ഷൻസിനെ കാണിക്കാനാണ് ഫസ്റ്റ് യൂസേജ്. ഓൾറെഡി കഴിഞ്ഞു പോയതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് സീ another use. To talk about an action that was true for some time in the past. ഓക്കെ, അപ്പോ നമ്മള് ഇപ്പൊ ഒരു ശീലം, ഇപ്പൊ പാസ്റ്റിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ശീലമാണെന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ച് പാസ്റ്റില്, നമ്മുടെ പാസ്റ്റില് കുറച്ചു കാലം ഉണ്ടായിരുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് ഇപ്പൊ അതില്ല. ഓക്കെ, എ സ്റ്റേറ്റ് ഓർ എ സിറ്റുവേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് മേ ബി നോട്ട് ട്രൂ എനിമോർ. ഇപ്പൊ അതില്ല, പണ്ട് അത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഷി ലിവ്ഡ് ഇൻ ന്യൂയോർക്ക് സിറ്റി ഫോർ 5 years. അവള് 5 വർഷം ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചിരുന്നു. ലിവ്ഡ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഷി ലിവ്ഡ് ഇൻ ന്യൂയോർക്ക് സിറ്റി ഫോർ ദ പാസ്റ്റ് 5 years. 5 yearsൽ അവള് ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചിരുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ അവള് ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്നുണ്ടോ? ഇല്ല. 5 വർഷം ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചിരുന്നു. ഇനി ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കും എന്നുള്ളതാണോ അർത്ഥം? അല്ല. 5 വർഷം ഓൾറെഡി ന്യൂയോർക്ക് സിറ്റിയിൽ താമസിച്ചു, ഇപ്പൊ അവള് അവിടെ താമസിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥം വരുന്നത്. ഓക്കെ, he worked at the same company for a decade. Decade meaning 10 years ആണ്. ഒരു ഡെക്കേഡ് എന്ന് പറയുന്നത് 10 വർഷമാണ്. ഓക്കെ, സോ he worked at the same company for a decade. 10 വർഷത്തോളം അവൻ അതേ കമ്പനിയിൽ, ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇപ്പൊ അവൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? നോ. ഓൾറെഡി 10 വർഷം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇപ്പൊ അവൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ആ മീനിങ് നമുക്ക് അതിന് ഇംപ്ലൈഡ് ആണ് അല്ലെ, അത് നമുക്ക് മനസ്സിലാവും. ഹി വർക്ക്ഡ് അറ്റ് ദ സെയിം കമ്പനി ഫോർ എ ഡെക്കേഡ്. അപ്പൊ 10 വർഷം അവന് ഒരേ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓവർ. 10 വർഷം കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞു, അവിടെ വർക്ക് ചെയ്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നൗ ദ റെസ്റ്റോറന്റ് സെർവ്ഡ് ഡിലീഷ്യസ് ഫുഡ് ഫോർ മെനി ഇയേഴ്സ്. ആ ഒരു റെസ്റ്റോറന്റ്, ഏതോ ഒരു റെസ്റ്റോറന്റ്, ഡിലീഷ്യസ് ഫുഡ് ഒരുപാട് വർഷം അവര് അത് സെർവ് ചെയ്തു. അപ്പൊ മേ ബി അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇപ്പൊ അവരത് സെർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഫുഡിന് ടേസ്റ്റ് ഇല്ല എന്നാവാം, അല്ലെങ്കിൽ ഇപ്പൊ ആ റെസ്റ്റോറന്റ് തന്നെ ഇല്ല, കൂട്ടിപ്പോയി എന്നുള്ളതായിരിക്കാം. എന്തായാലും ഇപ്പൊ ആ റെസ്റ്റോറന്റ് ടേസ്റ്റി ഫുഡ് അല്ലെങ്കിൽ ഡെലീഷ്യസ് ഫുഡ് അല്ല സെർവ് ചെയ്യുന്നത്. ഇപ്പൊ അവരങ്ങനെ ഇല്ല, പണ്ട് ഒരുപാട് കാലത്തോളം അവരങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ആൻഡ് ഐ ന്യൂ ഹിം വെൽ ഡ്യൂറിങ് അവർ സ്കൂൾ ഡേയ്സ്. നമ്മുടെ അല്ലെങ്കിൽ എൻ്റെ സ്കൂൾ ഡേയ്സിൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം എനിക്ക് അവനെ നന്നായിട്ട് അറിയുമായിരുന്നു. ഓക്കെ, ന്യൂ ആണ്, നോന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ. ഓക്കെ, ഐ ന്യൂ ഹിം വെൽ ഡ്യൂറിങ് അവർ സ്കൂൾ ഡേയ്സ്. സ്കൂൾ ഡേയ്സിൽ എനിക്ക് അവനെ നന്നായിട്ട് അറിയായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കറിയോ? ഇല്ല. അപ്പൊ അവൻ എവിടെയാണ്, അല്ലെങ്കിൽ അവന്റെ ലൈഫ് എങ്ങനെയാണ്, അതൊന്നും ഇപ്പൊ അറിയില്ല എന്നാണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് നന്നായി അവനെ അറിയായിരുന്നു എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഐ ഹോപ്പ് ദിസ് പോയിന്റ് ഇസ് ക്ലിയർ ടു യു. ഓൾറെഡി പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പൊ ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ഓക്കെ, അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇത്രയും നോക്കിയത്. Now let's move on to the next slide and see another usage. To talk about habits in the past. അപ്പൊ
നമുക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ്, ഓക്കെ, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഹാബിറ്റ് ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. പാസ്റ്റിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ശീലം. നമ്മൾ പ്രസന്റ് ടെൻസ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഇപ്പൊ നമുക്ക് ഉള്ള ഒരു ശീലത്തിന് നമ്മൾ എന്ത് പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് പറയും. ഇപ്പൊ നമുക്കുള്ള ശീലങ്ങളെ നമ്മൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്ത് പറയും. മുൻപേ പണ്ട് ഉണ്ടായിരുന്ന ശീലങ്ങളെ നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടാ പറയുന്നത്? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഷീ റെഡ് എ ബുക്ക്. റീഡിന്റെ റീഡ് ഒരു എക്സാമ്പിൾ ആണ്. റീഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? റീഡ് തന്നെയാണ് സ്പെല്ലിങ്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? റെഡ് എന്നാണ്. ഓക്കെ, അപ്പൊ റീഡിന്റെ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ റീഡഡ് എന്നല്ല, ആൻഡ് ഇറഗുലർ വേർബും അല്ല, റിമെയിൻസ് ദ സെയിം. ഓക്കെ, സോ ഷീ റെഡ് എ ബുക്ക് എവറി നൈറ്റ് ബിഫോർ ഗോയിങ് ടു ദ ബെഡ്. ബെഡ് അതായത് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ എപ്പോഴും ബുക്ക് വായിക്കുമായിരുന്നു. ഓക്കെ, അതാണ് പറയുന്നത്. ഷീ റെഡ് എ ബുക്ക് എവറി നൈറ്റ് ബിഫോർ ഗോയിങ് ടു ദ ബെഡ്. അവൾക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ബുക്ക് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇല്ല, ഉണ്ടായിരുന്നു. ഓക്കെ, ദേ വിസിറ്റഡ് ദെയർ ഗ്രാൻഡ് പാരന്റ്സ് എവറി സൺഡേ. അവര്, അപ്പൊ നമ്മൾ കഥയൊക്കെ പറയുമ്പോ പറയും അല്ലെ, അപ്പൊ ഏത് ടെൻസിലാ പറയുന്നത്? പാസ്റ്റ് ടെൻസിലാ പറയുന്നത്. ഇപ്പൊ നമ്മളൊരു കഥ പറയണം, ഒരു നരേറ്റീവ്, ഒരു കഥ പറയുകയാണെങ്കിലും അധികവും നമുക്ക് പറയില്ലേ, പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു അല്ലെ. അതൊക്കെ നമ്മൾ എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മളൊരു സ്റ്റോറി ഒക്കെ നരേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത് അല്ലെ. അതാ പറയുന്നത്, വിസിറ്റഡ് ദെയർ ഗ്രാൻഡ് പാരന്റ്സ് എവറി സൺഡേ. എല്ലാ സൺഡേയും അവർ അവരുടെ ഗ്രാൻഡ് പാരന്റ്സിനെ പോയി വിസിറ്റ് ചെയ്തിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ, ദെൻ ഹി പ്ലേഡ് ദ പിയാനോ ഫോർ ആൻ അവർ ഈച്ച് ഈവനിങ്. ഓരോ ഈവനിങ്ങും 1 മണിക്കൂർ അവൻ പിയാനോ വായിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഷീ റോട്ട് ഇൻ ഹെർ ജേർണൽ എവറി ഡേ. ജേർണൽ മീനിങ് ഡയറി ആണ് അല്ലെ. നമുക്ക് ഡയറി എഴുതുന്ന ശീലമൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. ഡയറി എൻട്രീനെ തന്നെയാണ് നമ്മൾ ജേർണൽ എന്ന് പറയുന്നത്. ഷീ റോട്ട് ഇൻ ഹെർ ജേർണൽ എവറി ഡേ. ദിവസവും അവൾ ഡയറി അല്ലെങ്കിൽ ജേർണൽ എഴുതുമായിരുന്നു, അല്ലെങ്കിൽ ജേർണലിൽ എന്തെങ്കിലും എഴുതുമായിരുന്നു എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് പാസ്റ്റ് ടെൻസ്. ഓക്കെ, ഇറ്റ്സ് എ ഹാബിറ്റ് that was in the past. Okay, ഈസ് അല്ല, വാസ് ആണ് യൂസ് ചെയ്യുക. that was in the past. അപ്പൊ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ചിട്ട് പറയാന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാ? പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പാസ്റ്റ് ടെൻസ് എന്താന്ന് ഡിസ്കസ് ചെയ്തു. പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ, കഴിഞ്ഞു പോയൊരു കാര്യത്തിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യാനാണ് പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വേർബ് ഫോം നമ്മൾ എങ്ങനെ ഫോം ചെയ്യും, ഓർ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് നമ്മൾ എങ്ങനെ, പാസ്റ്റ് ഫോം എങ്ങനെ ഒരു വേർബിന്റെ ഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കി അല്ലെ. ED അല്ലെങ്കിൽ ഡി ആഡ് ചെയ്തിട്ട് ഫോം ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. അല്ലെങ്കിൽ റിമെയിൻസ് ദ സെയിം ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് ഉണ്ടാവും എന്ന് പഠിച്ചു. ആൻഡ് ഓൾസോ ഇറഗുലർ വേർബ്സ് ഉണ്ട്, സ്പെല്ലിംഗ് വ്യത്യാസം വരുന്ന വേർബ്സ് ഉണ്ട് എന്ന് നമ്മൾ നോക്കി അല്ലെ. ഇനി സ്ട്രക്ചർ നമ്മൾ നോക്കി. പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് V2. നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എങ്ങനെയാ? സബ്ജക്ട് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1. ഓക്കെ, ആൻഡ് നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് നോക്കി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യാം എന്ന് നോക്കി. പാസ്റ്റ് ടെൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഫോം ചെയ്യാം? ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, അങ്ങനെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോം ചെയ്യാം. നെഗറ്റീവ് ആണെങ്കിലോ ഡിഡ് നോട്ട് ആക്കി മാറ്റാം. ഓക്കെ, ഡിഡ് നോട്ട് പ്ലസ് സബ്ജക്ട് പ്ലസ് V1. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടന്റ് തിങ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, ഡിഡിന്റെ കൂടെ എപ്പോഴും V1 ഫോം ആണ് യൂസ് ചെയ്യുന്നത്, V2 ഫോം അല്ല. ഓക്കെ, ദെൻ പിന്നെ നമ്മൾ സ്ട്രക്ചർ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ കോമൺ യൂസസ് ഏതൊക്കെയാണ് എന്ന് നോക്കി അല്ലെ. കോമൺ യൂസസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? കംപ്ലീറ്റഡ് ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. ആൻഡ് പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തേ? പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ കുറിച്ച് ഡിനോട്ട് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ആൻഡ് ഓൾസോ പണ്ടുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ല എന്ന് കാണിക്കാൻ കൂടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ ടു യു? ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. ആൻഡ് ഗ്രാമർ ആണ് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഐ നോ.
സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇത് എല്ലാം നോട്ട് നിങ്ങൾ എഴുതി വെച്ച് തന്നെ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നില്ല കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ആൻഡ് ഓരോ എക്സാമ്പിൾ കാണുമ്പോഴും നിങ്ങൾക്ക് അത് ഏതാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. ആൻഡ് കൂടുതൽ സെന്റൻസസ് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, എഴുതി നോക്കാം. പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസസ് നിങ്ങൾ തന്നെ എഴുതി നോക്കുക. പ്ലീസ് നിങ്ങൾ തന്നെ ഒന്ന് വർക്ക് ചെയ്യാം. Okay, and yeah, I hope this session was useful to you. Yeah, okay then, all the best. Keep practicing. Okay, okay. അപ്പോൾ ഇനി നെക്സ്റ്റ് ലൈവിൽ കാണുന്നവരെ ബൈ ബൈ.